ഭാരതീയ ജനതാ പാർട്ടിയുടെയും നിലപാട്. പക്ഷേ അതിൻ്റെ കേസുകൾ പഠിച്ച അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അളിയൻ ഇവിടെയുള്ള ആളോട് ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ പറഞ്ഞു, പ്രഥമ ദൃഷ്ട ഈ കേസ് നിൽക്കില്ല. രാമപിള്ള സാറിനെ പോലെ നല്ല അഭിഭാഷകനുമാണ്. ഒരു കാരണവശാലും നിൽക്കില്ല, ഒരു പോയിൻ്റ് പോലുമില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തീർച്ചയായും ഒരു തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് ബന്ധപ്പെട്ട കോടതി എല്ലാ ഫയലുകളും പരിശോധിച്ച ശേഷം ഒരു ബെയിൽ ആപ്ലിക്കേഷനിലെ ഓർഡറിൽ എത്ര പേജാ 90 പേജോളം ഉള്ള ജഡ്ജ് പറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാം കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. 41 ദിവസം ഇതുപോലൊരാളെ പിടിച്ച് ജയിലിലിടാനുള്ള സാഹചര്യം അത് ഇപ്പോൾ പൊടുന്നനവേ ഉണ്ടായതല്ല. കുറച്ച് കാലങ്ങളായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്ന സമീപനത്തിൻ്റെ ഫലമാണ് എന്നാണ് എനിക്ക് അടിവരയിട്ട് ഇതിൽ പറയാനായിട്ടുള്ളത്. 41 ദിവസം ഒരാളെ ജയിലിലിടുന്നത് ഗൂഢാലോചന കുറ്റം ആരോപിച്ച ഗൂഢാലോചന കുറ്റം നിങ്ങൾക്ക് തെളിയിക്കാൻ എന്ത് തെളിവാ നിങ്ങൾക്കുണ്ടെന്ന് വെച്ചാൽ അത് കോടതി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തൊണ്ടിപ്പതിൽ കണ്ടെടുക്കലോ മറ്റുള്ള പോലെ അല്ലല്ലോ ഗൂഢാലോചന കുറ്റം. അപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കും മുമ്പ് ഏറ്റവും ശ്രദ്ധയോടുകൂടി അത് ചെയ്യണമെന്ന നിയമത്തിൻ്റെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയാണ് കേരളത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണകൂടവും എല്ലാം ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല. ഞാനിത് പറയാനുള്ള കാരണം, ഞാനൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ശബരിമല സമരവും സുവർണാവസര വിധിയും. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളെല്ലാ ചർച്ചകളും സുവർണാവസരം ഞാൻ പറഞ്ഞാണ്. അന്നത്തെ കാര്യങ്ങൾ എല്ലാവരും പറയാറുണ്ടല്ലോ എല്ലാ ചാനലിലും ചർച്ചയിൽ. ആ സുവർണാവസരം ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് മൗലികാവകാശമാണ് എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ആ വിധി ന്യായമാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും എന്നെ എഴുതാനായിട്ട് പഠിപ്പിച്ചത്. അഡ്മിഷന് വന്ന അവസരത്തിൽ 4 കൊല്ലം മുമ്പ് ഫയൽ ചെയ്തതാണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്. പക്ഷേ ആ കേസ് അഡ്മിഷൻ വന്ന ദിവസം തന്നെ ഹൈക്കോടതി വിശദമായ വാദം കേട്ട ശേഷം അഡ്മിഷൻ പോലും കൊടുക്കാതെ തള്ളുകയാണ് ഉണ്ടായത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സുവർണാവസരം എന്ന് പറഞ്ഞാൽ കുറ്റമാകുന്ന വിചിത്രമായൊരു നാടാണിത്. സുവർണാവസരം ഗാന്ധിയൻ മോഡൽ സമരത്തിന് എന്നുള്ള സുവർണാവസരമാണ്. ആ സുവർണാവസരം സമാധാനപരമായി നമ്മൾ സഹന സമരമായി ഉപയോഗിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. വാസ്തവത്തിൽ എല്ലാവരും, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ വാസ്തവത്തിൽ മാപ്പ് പറയേണ്ട കാര്യമാണ്. ഹൈക്കോടതി നാളെ നിങ്ങൾക്കെല്ലാം അതിൻ്റെ കോപ്പി കിട്ടും. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷന് തൻ്റെ പാർട്ടി പ്രവർത്തകരോട് ഒരു റൂമിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തുമ്പം മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വാക്കുകളാണ് വരിക. അത് പറയാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നമുക്കാർക്കും അറിയാൻ സാധിച്ചില്ല. ഞാൻ എവിടെയും പ്രചരിപ്പിക്കാനും ശ്രമിച്ചില്ല. ഈ പുസ്തകം ഇപ്പോഴത്തെ ഈ തർക്കമുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ തയ്യാറാക്കിയതാണ്. കോഴിക്കോട്ട് ടൂറിസം സ്റ്റാൾ പൂർണ്ണ പബ്ലിക്കേഷൻ അവരുടേതാണ് ഈ പുസ്തകം. നാളെ അത് പുറത്തിറങ്ങാൻ പോവുകയാണ്. ഞാനതിൽ ഒരു ചാപ്റ്റർ അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തോട് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നില്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തു. അതിൽ ശബരിമല നട അടച്ചിടാൻ അഡ്വക്കേറ്റ് പി ശ്രീധരൻപിള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല. ഞാൻ അടച്ചിടാൻ വേണ്ടി പറഞ്ഞതാണ്. അന്ന് രാവിലെ ഒരു തത്വദിശയുമില്ലാതെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2 സ്ത്രീകളെ, രഹന ഫാത്തിമ, അതുപോലെ തന്നെ ബിന്ദുമണി എന്നല്ല, നിങ്ങൾ അറിയാത്തത് പറയാം, കവിത, മഹാരാഷ്ട്രക്കാരി, ഈ 2 പേരെയും, കവിത ജക്കാല, ഇവർ 2 പേരെയും അന്ന് അണിയിച്ചൊരുക്കി പോലീസ് യൂണിഫോം ഇട്ട്, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, പോലീസ് യൂണിഫോം ഇട്ട് അവരെ 18-ാം പടിയുടെ നട വരെ കൊണ്ടുപോകാൻ പോലീസിന് സാധിച്ചു. സ്റ്റേറ്റ് സ്പോൺസേഡ് യാത്രയായിരുന്നു അത്. അവരുടെ ഇരുമടിക്കെട്ട് തുറന്ന ആളുകൾ, അത് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. അതിനുള്ളിലുണ്ടായിരുന്ന എന്തൊക്കെയാണ് ഞാൻ പറയാൻ അറയ്ക്കുകയാണ്. സാധാരണഗതി നാളികേരമോ അല്ലെങ്കിൽ മല്ലരോ അവരോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മറിച്ച് ഓറഞ്ചോ ആപ്പിളോ ഒക്കെ നല്ല പദങ്ങളാണ്, വേറെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് കൊണ്ടുപോയത്. ഇതൊന്നും മലയാളിക്ക് ഭൂഷണമാണോ?
ഒരു ഭരണകൂടത്തിന് ഭൂഷണമാണോ? അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തെ അന്ന് രക്ഷപ്പെടുത്തിയ ഒരാളിൻ്റെ നിർണായകമായ തീരുമാനമാണ്, നിർണായകമായ നടപടിയാണ്. ആ 0 അവറിൽ കടക്കാൻ പോകുമ്പം ഞാനുമായി സംസാരിച്ച കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ തലേ ദിവസം മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ്, മനോരമയുടെ ഫ്രണ്ട് പേജ് വാർത്തയാണ്, ഞങ്ങൾ അടച്ചിടില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. 18-ാം തീയതി 18/10 നിങ്ങളുടെ പത്രങ്ങൾ നോക്കിക്കോളൂ. 18/10/2018 ഹിന്ദു നേതാവ് അങ്ങനെ വിളിച്ചിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അതിലേക്ക് കടന്നിട്ട് നമുക്ക് പറയാം. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ട്, അതിന് മുമ്പ് ചോദിക്കുന്നത് ശരിയാണോ? അല്ല, ഞാൻ പറയാം, അത് പറയാം. അങ്ങനെ ഉള്ള അവസരത്തിൽ അവിടെ എൻ്റെ ഫ്ലോ അങ്ങ് പോയി. അങ്ങനെ ഉള്ള ഒരു അവസരത്തിലാണ് ഇവരെയും കടത്തി വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പോലീസ് ആക്ട് അനുസരിച്ച് രാജ്യത്തുള്ള നിയമപ്രകാരം പോലീസിൻ്റെ യൂണിഫോം അണിയിച്ച ഒരാളെ കൊണ്ടു നടക്കാൻ ഇവിടുത്തെ സർക്കാരിന് അവകാശമുണ്ടോ? നിയമത്തിന് അവകാശമുണ്ടോ? ഇതെല്ലാം ഇട്ടവിടെ കൊണ്ടുപോയി. ആ സമയത്താണ്, തലേദിവസം ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, പത്രങ്ങളുടെ ഫ്രണ്ട് പേജാണ്. ആ സമയത്താണ് എന്നെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഫോൺ കോളുകൾ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അതിലങ്ങോട്ട് വിളിക്കാൻ സാധിക്കില്ല. ഞാൻ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനോട്, പോലീസുകാരനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതാ കടക്കാൻ പോവുകയാണ്, നടപ്പന്തലിലെത്തിയിരിക്കുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, വേറെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഇതിന് നിയമപരമായ കാര്യം പറയാം. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവില്ല എന്ന് ഞാൻ എഴുതിത്തരാം. ഒരിക്കലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവില്ല. പക്ഷേ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് വർത്തമാന ഭരണകൂടം, കേരള ഭരണകൂടം, അവർ ആ നിലപാട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചു. ആ സംസാരിച്ച കാര്യമെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്, വളരെ വിശദമായി ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നട അടച്ചിടാം, പ്രതിസ്ഥാനീയന് നട അടച്ചിടാം. അത് അടച്ചിടുന്നതിന് ഒരു നിലയ്ക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവില്ല, അത് നിയമലംഘനമാവില്ല, അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാവില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഇനി അതല്ല നടപടി എടുക്കുന്നെങ്കിൽ ആദ്യത്തെ പ്രതിയായിട്ട് ഞാൻ വരാം, 100 കണക്കിന് ആളുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അങ്ങേക്കെതിരായിട്ട് നടപടി വരുമെന്ന് പറഞ്ഞു. അതും ഞാൻ അക്ഷരം പ്രതി പരിപാലിച്ചതാണ്. ഈ പുസ്തകത്തിൽ 39-ാമത്തെ 40-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ലക്ഷ്യ ഹർജികൾ തള്ളി. സുപ്രീം കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ എന്നെ അദ്ദേഹത്തെയും പ്രതിയാക്കിയിട്ട് അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തോളാം. കോടതി ലക്ഷ്യത്തിന് കൊടുത്തു, ഹർജി തള്ളി, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്ത്, അതിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഈ സ്ഥിതി ഉണ്ടായി. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും അറിയാൻ സാധിച്ചോ എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത് വന്ന അവസരത്തിൽ സർക്കാർ സ്പോൺസേഡായി നടത്തിയ സ്കീം പരാജയപ്പെട്ട് ദയനീയമായി അന്നത്തെ ആ സമരത്തിൽ അവർക്ക് തിരിച്ചടിയേറ്റപ്പോൾ ആ തിരിച്ചടിയേറ്റതിൻ്റെ പ്രതികാരമാണ് ഇന്ന് ഒരു ജഡ്ജി, ന്യായാധിപൻ എല്ലാം പരിശോധിച്ച ശേഷം ഒരു തരത്തിലുള്ള ആരോപണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മാതൃഭൂമി ന്യൂസ് ബ്രേക്ക് ചെയ്തിരുന്നു. അതിനെ തുടർച്ചയെന്ന വണ്ണമാണ് ശ്രീധരൻപിള്ള പല കാര്യങ്ങളും പറയുന്നത്.